നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനം നാമം ജപിച്ചും വിളക്ക് കൊളുത്തിയും ആചരിക്കണമെന്ന KS ചിത്രയുടെ വീഡിയോ വിവാദമായതോടെ ഗായികയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് എത്തിയിരിക്കുകയാണ് G വേണുഗോപാൽ. സമൂഹ മാധ്യമ കുറിപ്പിലൂടെയാണ് ഗായകൻ നിലപാട് വ്യക്തമാക്കിയത്. ഏതാനും ദിവസങ്ങളായി ചിത്രയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ്. ഇതേ തുടർന്ന് നിരവധി പേരാണ് അനുകൂലിച്ചും പ്രതികൂലിച്ചും രംഗത്തെത്തുന്നതും. അദ്ദേഹത്തിന്റെ കുറിപ്പിലെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഇക്കഴിഞ്ഞ 50 വർഷത്തിലേറെയായി KS ചിത്രയെ എനിക്കറിയാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ചിത്രയുടേതായി ഒരു വീഡിയോ വന്നത് സമൂഹ മാധ്യമങ്ങളിൽ കാണാനിടയായി. അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ പ്രാർത്ഥനയോടെ ഇരിക്കുക എന്നതാണ് വീഡിയോ. തുടർന്ന് ആ മഹാഗായികയെ ആരും സ്നേഹിച്ചു പോകുന്ന വ്യക്തിത്വത്തെ അപമാനിച്ചും അവരെ ഒറ്റപ്പെടുത്തേണ്ട ആവശ്യകതയെക്കുറിച്ചും നിരവധി പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടു. ഇന്നുവരെ യാതൊരു വിധത്തിലുമുള്ള കോൺട്രവേഴ്സികളിലും ഉൾപ്പെടാത്ത ചിത്രയെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം വല്ലാത്ത സങ്കടമാണ് ഉണ്ടാക്കുന്നത്. ഇക്കഴിഞ്ഞ 44 വർഷങ്ങളിൽ ചിത്ര പാട്ട് പാടുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. വായനയോ എഴുത്തോ രാഷ്ട്രീയ അഭിമുഖമോ ചിത്രയ്ക്കില്ല. ഈ ഒരു വിഷയത്തിലും ചിത്രയെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിന്റെ ഒരു വലിയ അമ്പലവും അതിനോടുള്ള ഭക്തിയും മാത്രം. ഇത്രയും ഗാനങ്ങൾ നമുക്ക് പാടിത്തന്ന ചിത്ര പറഞ്ഞതിനോട് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം ക്ഷമിച്ചുകൂടെ? വൈകുന്നേരം 4 നാമം ജപിക്കണം, ഞായറാഴ്ച തോറും പള്ളിയിൽ പോകും, 5 നേരം നിസ്കരിക്കണം എന്നൊക്കെ ഉപദേശിക്കുന്ന അമ്മമാരും മുതിർന്ന ചേച്ചിമാരുമില്ലാത്ത ഒരു വിപ്ലവകാരിയുടെ വീട് പോലും ഉണ്ടാകില്ല. അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ ആരും അവരെ ഉപേക്ഷിച്ച് പോവുകയോ ബന്ധം വേർപെടുത്തുകയോ ചെയ്യാറുമില്ല. സമൂഹ മാധ്യമമാകുന്ന ഈ പുതിയ കളിപ്പാട്ടത്തിൽ നമ്മൾ മലയാളികൾ അഭിരമിക്കുന്നു. ധൈര്യപൂർവ്വം നമ്മൾ അതിലൂടെ നേരിന്റെ ഒരു അരികെ ചേർന്ന് നടക്കാറുമുണ്ട്. പലപ്പോഴും ചിലപ്പോൾ കർശനമായ തിടൂരങ്ങളും നമ്മൾ പുറപ്പെടുവിപ്പിക്കാറുമുണ്ട്. ചിത്രയുടെ കാര്യത്തിൽ എന്ന പോലെ നമ്മൾ മലയാളികൾക്ക് ലോകോത്തരം എന്ന ലേബലിൽ സംഗീത ലോകത്തിന് നെറുകയിൽ ചൂടിക്കാൻ ഒരു ചിത്രയും ഒരു യേശുദാസും ഒക്കെയാണുള്ളത്. ഒരു മനുഷ്യായുസിൽ ചെയ്യാൻ സാധിച്ചതിൽ എത്രയോ അധികം അവർ ചെയ്തിരിക്കുന്നു. അത് മുഴുവൻ കേട്ട് ആസ്വദിക്കാനും കൃത്യമായി വിലയിരുത്താനും നമുക്ക് ഈ ജന്മം പോരാ. ഈ വ്യക്തികളോട് നിങ്ങൾക്ക് നിസ്സഹരിക്കാം, വാക്കുകൾ മുഖവില കൊടുക്കാതിരിക്കാം. ഇവരാരും രക്തം ചിന്തിയ വഴികളിലൂടെ വന്ന് അധികാര ശ്രേണികളിൽ ഇരിക്കുന്നവരല്ല. ഇവർ ശ്രുതിയിലും താളത്തിലും ഭാവനാത്മകമായി നമ്മുടെ ഗാനലോകത്ത് ചിരപ്രതിഷ്ഠ നേടിയവരാണ്. അവരെ വേദനിപ്പിക്കാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം എന്ന് മാത്രമാണ് എൻ്റെ അഭ്യർത്ഥന. രാമക്ഷേത്ര പ്രതിഷ്ഠയോടനുബന്ധിച്ച് ചിത്ര പങ്കുവച്ച കുറിപ്പിന് വിമർശനം വന്നതിന് പിന്നാലെ വേണുഗോപാൽ പങ്കുവച്ച കുറിപ്പിലെ വാക്കുകളായിരുന്നു ഇത്. പ്രതിഷ്ഠയോടനുബന്ധിച്ച ചിത്ര പങ്കുവച്ച കുറിപ്പിന് പിന്നാലെ നിരവധി രൂക്ഷ വിമർശനങ്ങൾ വന്നിരുന്നു. ഇടത് സൈബർ ഇടങ്ങളിൽ പ്രമുഖനായ ശ്രീ ചിത്രൻ, സാഹിത്യകാരി ഇന്ദു മേനോൻ എന്നിവരും എതിർപ്പറിയിച്ച രംഗത്ത് വന്നിരുന്നു. കുയിലാണെന്ന് വിശ്വസിച്ച ചിത്ര കള്ളിപ്പൂങ്കുയിലാണെന്ന് തെളിയിച്ചിരിക്കുന്നു എന്നാണ് ഇന്ദു മേനോന്റെ വിമർശനം. കൂടാതെ നമ്മുടെ നാട്ടിലെ സംഗീത ലോകം താങ്കളെ പോലെ ചരിത്ര ശൂന്യമായ നാദങ്ങളെ ശൂന്യാകാശത്തിലെ വാനമ്പാടിയായി നിലനിർത്തുന്നു. സുഖപ്രദമല്ലാത്ത സത്യങ്ങളിൽ നിന്നും ഒളിച്ചോടുവാനുള്ള സമസ്ത ലോകോ സുഖി മന്ത്രം പോലെ അസുഖകരമായ ഒരു അപശ്രുതി മറ്റൊന്നുമില്ല. വാനമ്പാടി ശ്രുതി അസൂയപ്പെടും ശ്രുതിയിൽ പാടുന്ന നിങ്ങളുടെ തൊണ്ടയിൽ നിന്നും ഇതുവരെ കേട്ട ഏറ്റവും ഭീകരമായ അപശ്രുതിയിൽ അനുശോചനങ്ങൾ എന്നായിരുന്നു ശ്രീ ചിത്രനും പങ്കുവച്ചത്.